ഗൈസ്, ഇത് IQ Neo 10 2025 കൊടുക്കുന്ന കാശിന് ഇതായിരുന്നു പെർഫോമൻസ് കിങ്. പക്ഷെ 2026 ഈ ഫോൺ വാങ്ങുന്നത് വെർത്താണോ? ബിക്കോസ് ഈ ഫോൺ വീണ്ടും 2 പുതിയ കളേഴ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. ആസ്ഫോൾട്ട് ബ്ലാക്കും എന്റെ കയ്യിലിരിക്കുന്ന ആൽപൈൻ വൈറ്റും. ടെസ്റ്റ് നമ്പർ 1, ആൾക്കാർ IQ ഫോൺസ് വാങ്ങുന്നത് തന്നെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്തുള്ളത് സ്നാപ്ഡ്രാഗൺ 8s Gen 4 ആണ്. ഫോണിന്റെ മാക്സിമം പെർഫോമൻസും എത്ര ടെമ്പറേച്ചർ പോകും എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെട്രിക് ആണ് AnTuTu സ്കോർ. ഇത് എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കമന്റ് കണ്ടായിരുന്നു, ഒരു പുള്ളിക്ക് AnTuTu എന്താണെന്ന് മനസ്സിലായില്ല, സോ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. സോ ഇതിനെ മാക്സിമം പിഴിഞ്ഞെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 40-41 ഡിഗ്രി വരെ മാത്രമാണ് ചൂടായത്. എന്നിട്ട് സെയിം ചിപ്സെറ്റ് ആയിട്ട് കൂടി IQ Neo 10 ഓൾമോസ്റ്റ് 2.5 മില്യൺ ഡേ ഒരു AnTuTu സ്കോർ കൊണ്ടിരുന്നുണ്ട്. അഗൈൻ ഈ പറഞ്ഞ സ്കോർ എത്രത്തോളം കൂടുതലാണോ അത്രയും നല്ല പെർഫോമൻസ് ആണ് ഫോണിനുള്ളത് എന്നോർക്കുക. സോ എന്തുകൊണ്ട് സ്കോർ കൂടി? ബേസിക്കലി ഇതിനകത്ത് LPDDR5X അൾട്രാ റാമും UFS 4.1 സ്റ്റോറേജും ഉണ്ട്. ഇതിന്റെ ബാക്കിലുള്ള പ്രൈമറി ക്യാമറ ആയിക്കോട്ടെ, അൾട്രാ വൈഡ് ക്യാമറ ആയിക്കോട്ടെ, അടിപൊളി ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. നമുക്കറിയാം ഈവൻ ഫ്രണ്ടിലുള്ള 32 മെഗാ പിക്സൽ ക്യാമറ വെച്ചും സൂപ്പർ ആയിട്ടുള്ള സെൽഫീസ് എടുക്കാൻ പറ്റും. IQ Neo 10 ഈ ബാക്കിലുള്ള ക്യാമറ ഉപയോഗിച്ച് ആക്ച്വലി നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള 4K 60fps വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി ബാക്കിൽ മാത്രമല്ല ഫ്രണ്ട് ക്യാമറ വെച്ചും നിങ്ങൾക്ക് 4K 60fps വീഡിയോസ് ഷൂട്ട് ചെയ്യാം. സോ ഞാൻ ഈ ഫോൺ വെച്ച് ഇഷ്ടം പോലെ 4K 60fps വീഡിയോസ് ഷൂട്ട് ചെയ്തു. ഇനി ഈ ഷൂട്ട് ചെയ്ത വീഡിയോസ് എല്ലാം ഇതിനകത്ത് തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അത്യാവശ്യം ട്രാൻസിഷൻസും ടെക്സ്റ്റും എല്ലാം വെച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത ശേഷം ഇനി വീഡിയോനെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ ടെമ്പറേച്ചർ എത്രയാണ് നോക്കാം. ടൈം ഒന്ന് നോക്കിക്കോ. ഇനി വീഡിയോ എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ എക്സ്പോർട്ട് ആയി എന്ന് മാത്രമല്ല എക്സ്പോർട്ടിന് ശേഷമുള്ള ടെമ്പറേച്ചർ കണ്ടു. ആക്ച്വലി ഞാൻ ഇതിനകത്ത് ഒരു ഗെയിം കളിച്ചിട്ട് അതിന്റെ ഗെയിം പ്ലേ മുഴുവൻ റെക്കോർഡ് ചെയ്തു. അതൊക്കെ ട്രിം ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ചട്ടപ്പടയെ നടക്കും. ഞാൻ ഈ ചൂടാവാത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഇതിനകത്തോട്ട് വലിയ പേപ്പർ ചേമ്പർ കൂളിംഗ് ആണ്. അതിനോ ഗെയിമിങ്ങിലേക്ക് വരാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ടെസ്റ്റ് നമ്പർ 3 പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്, വേറെ ഒന്നുമല്ല. നമുക്ക് ഒന്ന് പുറത്തേക്ക് പോവാം. സോ ഇപ്പൊ ഞാൻ ലിഫ്റ്റിലാണ്, നിങ്ങൾക്ക് ഇതിനകത്തുള്ള സിഗ്നൽ എത്രയാണെന്ന് കാണാം. ഇപ്പൊ ഞാൻ ബേസ്മെന്റിലാണ്, ഇതിനകത്ത് കാണിക്കുന്ന റേഞ്ച് കട്ട എത്രയാണെന്ന് കാണാം. ബേസ്മെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നെറ്റ് കണക്ഷൻ ഒക്കെ കിട്ടി. സോ ഇത് ഇതിനകത്തുള്ള AI സൂപ്പർ ലിങ്കിന്റെ ഫീച്ചറാണ്. ഇനി നട്ടുച്ചയാണ്, നല്ല വെയിലുണ്ട്, നമുക്കൊരു സ്ഥലം വരെ പോവാം. സോ നല്ല ചൂടിൽ പൊരി വെയിലത്ത് ഇത്രയും നേരം ഞാൻ നാവിഗേറ്റ് ചെയ്തിട്ട് പോലും കാര്യമായിട്ടുള്ള ബാറ്ററി ഡ്രോപ്പും കണ്ടില്ല. ആൻഡ് പ്രതീക്ഷിച്ച പോലെ ഫോണ് ചൂടായില്ല എന്ന് മാത്രമല്ല ഈ വെയിലത്ത് പോലും സ്ക്രീൻ എത്ര വിസിബിൾ ആണ്. 2000 നിറ്റ്സിന്റെ ആ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡ് ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാവും. ഈവൻ സ്പ്ലിറ്റ് സ്ക്രീനിൽ ഞാൻ മുകളിൽ മാപ്പ് ഇട്ട് താഴെ ക്രോം ഒക്കെ ഇട്ട് ഉപയോഗിച്ചുകൊണ്ട് പോയിട്ട് പോലും ഒരു ലാഗും ഫീൽ ചെയ്തില്ല. ബൈ ദ വേ ലാസ്റ്റ് ഇയർ ഇത് ഇറങ്ങിയപ്പോൾ ഫണ്ട് ചോയ്സിലായിരുന്നു, ഇപ്പോൾ പുതിയ ഒറിജിനൽ വോയിസിലാണ് എന്നുള്ളതുകൊണ്ട് അതിന്റെ സ്മൂത്ത്നെസ്സും കൂടെ വരുന്നുണ്ട്. ഇനി ടെസ്റ്റ് നമ്പർ 4, നിങ്ങൾ എല്ലാവരും കാത്തിരുന്നേ ഗെയിമിംഗ് ടെസ്റ്റ്. ഞാൻ BGMI TDMൽ മാക്സിമം ഫ്രെയിം റേറ്റ് ഇട്ട് കളിച്ചു നോക്കി. ആൻഡ് ആ ഒരു ഫുൾ ഗെയിം കളിച്ച ശേഷവും FPS നോക്കിയാൽ വളരെ സ്റ്റേബിൾ ആണ്. ഒരു 120, 119, 120 ആ ഒരു രീതിക്ക് മാത്രം അത് സ്റ്റേബിൾ ആയിട്ട് ഫ്രെയിംസ് പെർ സെക്കൻഡ് പോകുന്നുണ്ട്. എന്ന് മാത്രമല്ല ഫോണ് ആക്ച്വലി 40.4 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ ചൂടായുള്ളൂ. അതായത് AnTuTu എടുത്തതിനേക്കാളും ചൂട് കുറവായിരുന്നു. സോ ഹീറ്റ് നല്ലപോലെ മാനേജ് ചെയ്യുന്നുണ്ട് ഇത്ര ഹൈ ഫ്രെയിം റേറ്റിൽ പോലും. ഈവൻ BGMIയിൽ ഏറ്റവും കൂടുതൽ ആൾ ഇറങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് പോലും നമ്മൾക്ക് അങ്ങനെ ഫ്രെയിം ഡിപ്സ് ഒന്നും കാണുന്നില്ല. ഓൾസോ Neo 10 ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 144 ഹെർട്സിന്റെ പാനലായതുകൊണ്ട് ഇതിനകത്ത് ഫ്രെയിം ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ ഉപയോഗിച്ച് AI സഹായത്തോടുകൂടി ഇടയിലുള്ള ഫ്രെയിംസ് ജനറേറ്റ് ചെയ്ത് 144 FPSൽ ഗെയിംസ് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. സോ 120 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ മാത്രമല്ല മാക്സിമം ഗ്രാഫിക്സ് സെറ്റിംഗിൽ BGMI വെച്ച് കളിച്ചിട്ട് പോലും എനിക്ക് ടെമ്പറേച്ചറിന്റെ യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ഇനി ടെമ്പറേച്ചർ എങ്ങനെ കൂട്ടും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ചാർജ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കാമെന്ന്. എന്നാൽ ഇതിനകത്ത് ചാർജ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കാൻ ഒരു മോഡുണ്ട്, ബൈപ്പാസ് ചാർജിങ്. നോക്കിയേ എത്ര സ്റ്റേബിൾ ആയിട്ടാണ് ആ ഒരു തെർമൽ മാനേജ്മെന്റ് നടക്കുന്നതെന്ന്. സോ നാട്ടിലേക്ക് ഇപ്പോൾ ഭയങ്കര ചൂടാണെങ്കിൽ പോലും നിങ്ങൾക്ക് വെയിലത്തിരുന്ന് വേണമെങ്കിൽ പോലും കളിക്കാൻ പെർഫോമൻസിന്റെ പ്രശ്നം വരില്ല. ഇനി എനിക്കറിയാം ബ്രോ ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, CPU ത്രോട്ടിൽ ആവില്ലേ എന്ന്. ഇതിന് വേണ്ടി ഞാൻ ഇതിനെ മാക്സിമം സ്ട്രെസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഒന്നാമത് കുറേ ഹെവി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ ആക്കി വെച്ചിട്ട് ഗെയിം കളിച്ച് നോക്കി. ഒരു ലെവൽ കുറച്ച് കൂടുതൽ കൂട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് ഞാൻ സ്ക്രീനും കൂടി റെക്കോർഡ് ചെയ്തുകൊണ്ട് ഗെയിം കളിച്ചു. എന്നിട്ടും യാതൊരു പ്രശ്നമില്ല. എന്നാൽ പിന്നെ CPU ത്രോട്ട്ലിംഗ് എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോലും ഓൾമോസ്റ്റ് 82% വരെ മാത്രമേ ത്രോട്ടിൽ ആയിട്ടുള്ളൂ. ഫുൾ ഗ്രീൻ ആണ് നമുക്ക് ആ ഒരു ഗ്രാഫ് കാണുന്നത്. അതായത് അത്രത്തോളം സ്റ്റേബിൾ ആയിട്ട് ആ ഒരു പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ തെർമൽസ് അത്രയും നല്ല മാനേജ്മെന്റ് വരണം. സോ ഇത്രയും ചെയ്ത ശേഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ ഈ ഇറങ്ങിയിരിക്കുന്ന പുതിയ 2 കളേഴ്സ് ആസ്ഫോൾട്ട്
ബ്ലാക്കും പിന്നെ ആൽപൈൻ വൈറ്റും. വന്നിരിക്കുന്ന ബേസ് വേരിയന്റ് എന്ന് പറയുന്നത് 8GB RAM ആൻഡ് 256GB സ്റ്റോറേജ് ആണ്. ഓൾമോസ്റ്റ് ഒരു 37,999 റുപ്പീസ് ആണ് ഇപ്പോൾ കാണുന്നത്. ആൻഡ് എഫക്റ്റീവ് പ്രൈസ് 34,999 ആണ്. May 5th ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇത് ആമസോണിൽ സെയിലിന് പോകുന്നത്. സോ ഐ വുഡ് സേ നിങ്ങൾ 2026 ഒരു പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മിഡ് റേഞ്ച് ഫോൺ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും iQOO Neo 10 ഡെഫിനറ്റ്ലി വർത്ത് ആണ്. സോ ഇതിന്റെ ഡീറ്റെയിൽസും ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണാം. ബൈ.